നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. താഴത്തെ നിലയിൽ വീൽ ചെയറിലിരുന്ന് ഉരുളാൻ തന്നെ അയാൾക്ക് ശേഷിയില്ല. പിന്നെയാണോ ഇങ്ങോട്ടേക്ക് കയറി വരുന്നത്? എടോ, എനിക്ക് കടവും കടപ്പാടും ഒക്കെ തന്നോടാ, എന്റെ ഭാര്യയോട്. ഇത് പറയാനാണോ ഈ രാത്രിയിൽ ആരും കാണാതെ ഇങ്ങോട്ട് കയറി വന്ന്? ആ, വെളിച്ചത്ത് നിർത്തി എല്ലാവരും കാണുക പറയണമെന്നുണ്ട്. സമ്മതിക്കില്ലല്ലോ. ഞാൻ ചത്തോളെ. ചാവോ? എന്നെ തനിച്ചായിട്ട് ചാവാൻ തീരുമാനിക്കോ? മരണത്തിന് പോലും തന്നെ വിട്ടുകൊടുക്കില്ല. മുറിവ് പെട്ടെന്ന് ഉണങ്ങാനായിട്ട് ഒരു മരുന്നുണ്ട്. ഇനി ഉണങ്ങിക്കോളൂ. നല്ല മരുന്ന്. അപ്പോ ഗുഡ് നൈറ്റ്. ആ, ഇപ്പൊ എന്നോടൊട്ടും സംസാരിക്കാൻ താല്പര്യമില്ലല്ലേ? ആര് പറഞ്ഞു? നമ്മൾ ഇതൊക്കെ പ്ലാൻ ചെയ്യുന്ന എന്തിനു വേണ്ടിയാ? നമ്മൾ ഒരുമിക്കാൻ വേണ്ടിയല്ലേ, ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടിയല്ലേ? പക്ഷെ എന്ത് ചെയ്താലും തോറ്റു പോകുന്നു. പിന്നെ മനസ്സെങ്ങനെ നേരെ നിൽക്കുക? ഈ പത്രവാർത്തകളിലൊക്കെ കാണാറില്ലേ, ഒരാളെ സ്വന്തമാക്കാൻ വേണ്ടി 2-3 പേരെയൊക്കെ കൊന്നൂന്ന്. അങ്ങനെ ചെയ്യേണ്ടി വരുമോ? ഞാൻ നേരെ ചൊവ്വെന്ന് നടന്നില്ലെങ്കിൽ അത് തന്നെ വേണ്ടി വരും. ജീവിതം പാഴായിക്കൊണ്ടിരിക്കുക. നേരം വെളുക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, രാത്രി ആവുമ്പോ കിടന്നുറങ്ങുന്നു. അല്ലാതെന്താ? നിരാശപ്പെടണ്ട. നമ്മുടെ സ്വപ്നങ്ങളൊക്കെ നമ്മളെ തേടി വരും. ഇല്ലെങ്കിൽ നമ്മൾ അതിനെ തേടി പിടിക്കും. ഒരാളെയും പേടിക്കാതെ എന്റെ സ്വന്തമായിട്ട് ഇങ്ങനെയൊന്ന് ചേർത്ത് പിടിക്കാൻ പറ്റുന്ന എന്നാണോ ഞാൻ കരുതുന്നത്. ഏട്ടൻ കാണുമെന്ന് എന്റെ പേടി. താഴത്തെ നിലയിൽ വീൽ ചെയറിലിരുന്ന് ഉരുളാൻ തന്നെ അയാൾക്ക് ശേഷിയില്ല. പിന്നെയാണോ ഇങ്ങോട്ടേക്ക് കയറി വരുന്നത്?
ഞാൻ എന്തൊക്കെ ഓർത്ത് പെട്ടെന്ന് കരഞ്ഞുപോയി. അത് കണ്ടപ്പോ ഗൗതം എന്നെ ആശ്വസിപ്പിക്കായിരുന്നു. താഴത്തെ നിലയിൽ തന്നെ ഇരുന്ന് ബോറടിച്ചപ്പോ മുകളിലത്തെ നിലയിൽ കരുത്തരാൻ ഞാൻ ബിജുവിനോടും വരുണിനോടും പറഞ്ഞതാ. അല്ലായിരുന്നെങ്കിൽ ഞാനിത് കാണില്ലായിരുന്നു. വീൽ ചെറുന്താൻ പോലും ശേഷിയില്ലാത്ത ഞാൻ എന്ത് കാണാനാ? അല്ലേ കൽപ്പന? ഞാനൊന്നിനും കൊള്ളാത്തവനാ. ഒരു പെണ്ണിനും എന്നെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഒരു പക്ഷേ താൻ മറ്റാരെങ്കിലും തേടി പോയിരുന്നെങ്കിൽ അത് നേരിട്ട് കണ്ടാൽ പോലും ഞാൻ പ്രതികരിക്കില്ലായിരുന്നു. ഇത് നമ്മുടെ വീടല്ലേ? അവൻ എന്റെ അനിയനല്ലേ? വരുണ്ണ പോലെയല്ലേ അവൻ എനിക്ക്? നിങ്ങളിത് പറഞ്ഞ് വലുതാക്കാൻ നോക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ സംഭവിച്ചത് എന്താന്ന്. എന്റെ ശരീരം തളർന്നു പോയിട്ടുണ്ട്, പക്ഷെ മനസ്സ് തളർന്നിട്ടില്ല. കണ്ണിന് കാഴ്ച പോയിട്ടില്ല, കാതിന് കേൾവിക്കുറവുമില്ല. ചെയ്തതും പറഞ്ഞതല്ല ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തു. എന്നിട്ടും നീ നിന്നെ ന്യായീകരിക്കാനോടി? ഇതിനേക്കാൾ ഭേദം നിനക്ക് എന്നെ കൊല്ലമായിരുന്നില്ലേ? കൊല്ലാൻ നോക്കിയാലും ചാവില്ലല്ലോ നിങ്ങള്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.